ഹലോ, എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ കൊല്ലത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ISR അസിസ്റ്റൻ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നിപ്പം പറയുന്നത്. പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു 2020 ആയപ്പോഴാണ് ഡിഗ്രി പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ഇവിടെ കോവിഡ് സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തപ്പോൾ തന്നെ ലോക്ക്ഡൗണും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സ്റ്റഡീസ് അങ്ങനെ കൂടുതൽ നമുക്ക് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. കൂടുതൽ ഓൺലൈൻ ആയതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തുടങ്ങി. പക്ഷെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 2-3 മാസം ഇങ്ങനെ ഇവിടെ വന്നായിരുന്നു. പിന്നെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്, എങ്ങനെയാണ് ഈ എക്സാം ട്രാക്കബിൾ ആണോ അല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ മൈൻഡിൽ വരുന്നത്. ആദ്യം എക്സാം ഒക്കെ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഫെയിലിയേഴ്സ് ആയിരുന്നു, കുറച്ചല്ല കൂടുതലും ഫെയിലിയേഴ്സ് ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്ര പഠിച്ചല്ലോ, പിന്നെ ഇനി എഴുതുമ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ഫർദർ ഇമ്പ്രൂവ്മെന്റ് കാണുമെന്നുള്ള ഒരു വിശ്വാസം മാക്സിമം ഉണ്ടായിരുന്നു. പിന്നെ അത് അച്ചീവ് ചെയ്തപ്പോൾ ചെറിയൊരു നമുക്ക് ഇത്ര ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കിട്ടിയതെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഡിഫിക്കൽട്ടി വൈസ് മെയിൻലി നമുക്ക് ആ സിലബസ്, ഇപ്പോൾ ബേസിക്കലി ഞാൻ BA ഇംഗ്ലീഷാണ് ഇവിടെ ഡിഗ്രി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ മാത്സ് ഇതൊക്കെ ഇവിടെ അങ്ങനെ പഠിക്കാത്തതുകൊണ്ട്, ഈ സബ്ജക്റ്റിൽ പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കൂടുതൽ അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ കാൽക്കുലേഷൻ ആയാലും സ്പീഡ് കൂട്ടുന്നതും ആദ്യം കുറച്ച് പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ GK ആണ് മെയിൻ. GKയിൽ നമ്മൾ പുതിയൊരു എൻവയോൺമെന്റ് ആയിരുന്നു കൂടുതലും. അതിങ്ങനെ നമുക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഗൈഡൻസ് ഇല്ലാതെ GK പറ്റില്ല. കാരണം സിലബസ് അങ്ങനെ GKയുടെ വാസ്റ്റാണ്. നമ്മൾ കൂടുതൽ പഠിച്ച് മക്കപ്പ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വിട്ടുപോവുകയും ചെയ്യും. പിന്നെ അത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നമുക്കത് കിട്ടത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ കിരൺ സാറിന് ഓൾറെഡി GK ഗൈഡൻസ് ഉണ്ടായിരുന്നു. കിരൺ സാർ ഇങ്ങനെ പറയും എങ്ങനെ പഠിക്കണമെന്ന്, നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്ര സമയം GK കൊടുക്കണം, എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ സാർ ഒത്തിരി മോട്ടിവേറ്റ് ഒക്കെ ചെയ്താണ് ആദ്യം GK ഇമ്പ്രൂവ് ആയത്. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി മോക്ക് ടെസ്റ്റിലോട്ട് കയറാന്നുള്ളത്. മോക്ക് ടെസ്റ്റ് ആണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളൊരു എത്ര നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എവിടേക്കാണ് നമുക്കൊരു ബാക്കിൽ കിടക്കുന്നതും പിന്നെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് മെയിനായിട്ട് മോക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ആദ്യം കുറച്ച് മോക്ക് ടെസ്റ്റൊക്കെ വീക്കായിരുന്നു. നമുക്ക് അങ്ങനെ ടൈം മാനേജ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ടൈം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതും മോക്ക് ടെസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശമാണ്. സോ അങ്ങനെ ഡെയിലി മോക്ക് ചെയ്താണ് ഇമ്പ്രൂവ്മെന്റ് അതിലോട്ട് വന്നത്. അങ്ങനെ എക്സാം ഒക്കെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ള വിശ്വാസം, ഫിലിംസ് ഒക്കെ ആദ്യം കിട്ടാൻ തുടങ്ങി. പിന്നെ മെയിൻ സബ്ജക്റ്റേക്കാണ് കുറച്ചൊരു എവിടെയോ പിന്നെ അവിടെ സ്ട്രഗിൾ വന്നത്. പിന്നെ അതും മോക്ക് ടെസ്റ്റിലൂടെ തന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെയൊക്കെയാണ് ഒരു ജേണി. വരുന്നവരും പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് പീപ്പിളിനെയൊക്കെ ഒഴിവാക്കുക. കാരണം അവരാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ സ്റ്റഡീസിന്റെ ഫോക്കസ് പോവുകയും ചെയ്യും. പിന്നെ കൺസിസ്റ്റൻസി ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. നമ്മൾ എത്ര എക്സാം ഫെയിൽ ആയാലും ജസ്റ്റ് കീപ് ഗോയിങ് ഓൺ. നമ്മളൊരിക്കലും നിർത്തല്ലേ. നമ്മൾ എന്ത് നിർത്തുന്നോ അന്നാണ് ശരിക്കും നമ്മളൊരു റിഗ്രറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരിക്കലും നിർത്തല്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എക്സാം തന്നെ കിട്ടണമെന്നില്ല. അപ്പം അതിനേക്കാൾ ചിലപ്പോൾ നല്ലതാണ് ഒരു എക്സാം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഫസ്റ്റ് സ്ട്രഗിളും എല്ലാം ആലോചിക്കുമ്പോൾ ജസ്റ്റ് വെർത്തിൻ്റെ ആയിരുന്നു. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കോൺഫിഡൻസ് പിന്നെ ബൂസ്റ്റ് ആകത്തുള്ളൂ. സോ അത് ഫർദർ നിങ്ങൾ മൈൻഡ് സെറ്റ് വേറെ രീതിയിലാക്കും. അടുത്ത എന്ത് പ്രോബ്ലംസ് ആയിട്ട് വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ജേണിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. സോ അവിടെ ഡിഫിക്കൽറ്റീസ് വന്നാലും നിങ്ങൾ അഥവാ ഫെയിൽ ആയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ മൂവ് ഓൺ ചെയ്തെങ്കിൽ നമ്മൾ കൂടുതൽ ലൈഫിലുള്ള റിസ്ക് എല്ലാം ഫേസ് ചെയ്യണം, എല്ലാം നമ്മൾ മടിച്ചിരിക്കല്ലേ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.